ഹലോ വീട്ടമ്മാസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന മത്തിക്കറിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പൊ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് വേണം കേട്ടോ സവാള അരിയാൻ. സവാള ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടി ടേസ്റ്റ് ഉള്ളിക്കാണ്. അപ്പോൾ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ സവാള യൂസ് ചെയ്തേക്കണത്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് വരെ ഒന്ന് വഴറ്റി കൊടുക്കാൻ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കണ്ട്. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ സവാള വഴന്നു വരാനായിട്ട്. കുറച്ചൊന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളക് ഒന്ന് കീറിയതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി, ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തേക്കണത്, അത് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെക്കുമ്പോൾ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കും. തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അധികം എരിവ് വേണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ യൂസ് ചെയ്താൽ മതി. മുളക് പൊടിയും കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ നല്ല എരിവിലാണ് എടുത്തേക്കണത്. പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ആ എരിവ് ബാലൻസ് ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിയും കൂടെ ചേർത്ത് നമുക്ക് ഗ്രേവി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് മീനും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ ആവശ്യത്തിനുള്ള എരിവും പുളിയും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറി നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മീൻ വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഞാനൊരു 3/4 കപ്പ് അളവില് 1/4 പാൽ ഒഴിച്ചു കൊടുക്കണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ, അതാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തേക്കണ.
ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ തേങ്ങാപ്പാൽ ഒഴിച്ച മത്തിക്കറിൻ്റെ റെസിപ്പി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്.